മാന്യ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ എൻ്റെ ബഹ്റിൻ യാത്രയിൽ നിന്ന് ഏതാനും വരികൾ പറയുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ജോബി ജേക്കബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുടുംബസമേതം കാണാൻ വരികയും ഒരു കത്ത് എനിക്ക് തരികയും ആ കത്ത് നൂറുകണക്കിന് വ്യക്തികളുടെ തോന്നലുകളെ പ്രതിനിധീകരിക്കുന്നതായതുകൊണ്ട് നൂറുകണക്കിന് വ്യക്തികളുടെ ആഗ്രഹമോ പ്രതീക്ഷയോ അല്ലെങ്കിൽ സംശയങ്ങളോ എല്ലാം ആ കത്തിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് ആ കത്ത് വായിച്ച് ഞാനതിന് എൻ്റെ തോന്നലുകൾ മറുപടിയായിട്ട് കൊടുക്കുകയുണ്ടായി. അസാധാരണമായിട്ടുള്ള പ്രതികരണമായിരുന്നു അതിനുണ്ടായിരുന്നത്. ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒത്തിരി വ്യക്തികൾ വളരെ നല്ല കമൻറ്റുകൾ എഴുതുകയുണ്ടായി. ഇന്ന് എനിക്ക് ബഹ്റിനിൽ കാണാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അതെല്ലാം നിങ്ങളോട് പറയുമ്പോൾ ഒരു വിദേശ യാത്ര നടത്തിയതിൻ്റെ അനുഭവങ്ങൾ സ്വയം പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുള്ള തോന്നലുണ്ടാവരുത്. ഞാൻ എവിടെ പോകുമ്പോഴും ഏത് സമയത്തും ആരെല്ലാമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഞാൻ ഇന്ന് ശ്രദ്ധിക്കാറുള്ളത് നമ്മുടെ നാടിൻ്റെ പൈതൃകവും രാഷ്ട്രത്തിൻ്റെ മഹത്വവും ധാരാളം വ്യക്തികൾ പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അറിവുകൾ ജനങ്ങളിലെത്തുമ്പോൾ അവരിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നറിയൽ മാത്രമാണ് എൻ്റെ ലക്ഷ്യവും എൻ്റെ മാർഗവും. ഭാരതം എന്ന രാഷ്ട്രത്തെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും കളിയാക്കുകയുമെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ജനസമൂഹത്തെ, ഭാരതീയരായ ജനസമൂഹത്തെ എല്ലാ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും ഞാൻ കാണാറുണ്ട്. ഇപ്പോഴും അവരിൽ ധാരാളം പേര് ഭാരതത്തെക്കുറിച്ച് നന്മ പറയുമ്പോഴും തിന്മ ചേർക്കാതെ നന്മ പറയാറില്ല. ഓരോ നാട്ടിലും നമ്മൾ ചെല്ലുമ്പോൾ കാണാം ഇവിടുത്തെ റോഡുകൾ എത്ര ഭംഗിയുള്ളതാണ് എന്ന് പറയുന്ന മലയാളി അടുത്ത വരി പറയുന്നത് നമ്മുടെ നാട്ടിലത്തേതുപോലെയൊന്നും അല്ല, അവിടെ എല്ലാവരും കൈയിട്ട് വാരിയാണ്. ചിലപ്പോൾ പറയും ഇവിടുത്തെ മിനിസ്റ്ററുടെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം നമുക്ക് ചായ തരും, എന്ത് ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുക. അവിടുത്തെ മിനിസ്റ്ററെ കുറിച്ച് നല്ലത് പറയുന്നതിൽ നമുക്ക് ഒരു വിരോധവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ അടുത്ത വരി പറയുക നമ്മുടെ നാട്ടിലെ മിനിസ്റ്റർമാരെ പോലെയൊന്നും അല്ല. അങ്ങനെ ഏത് മലയാളിയും എത്ര രാജ്യസ്നേഹമുണ്ടെന്ന് അഭിനയിക്കുന്ന മലയാളിയും അവർ വർക്ക് ചെയ്യുന്ന ആ രാജ്യത്തിലെ നന്മകൾ ഒരിക്കലും പറയാതിരിക്കില്ല. അവിടെയുള്ള തിന്മകൾ അവരെ കണ്ണടച്ചില്ല എന്നാക്കുകയാണ്. അവിടെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവർ പ്രശ്നങ്ങളായിട്ട് കാണില്ല. നമ്മുടെ നാട്ടിൽ എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. അതിൽ മാറ്റമുണ്ടോ എന്നെല്ലാമാണ് ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത്. അതെല്ലാമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ വിജയദശമിയോടനുബന്ധിച്ചിട്ടാണ് ബഹ്റിനിലേക്ക് പോയത്.
എഴുത്തിനിരുത്തൽ ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ബഹ്റിനിലെ കേരള സമാജം ക്ഷണിച്ചതനുസരിച്ച് ഞാൻ പോവുകയുണ്ടായി. അവിടെ 1-2 പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. അന്ന് കേരള സമാജത്തിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അങ്ങനെയുള്ള വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികളിൽ ഭൂരിഭാഗം പേരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിരുന്നു. മലയാളികളായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിരുന്നു കേരള സമാജത്തിൽ അന്നുണ്ടായിരുന്നത്. ഇന്നും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ആ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അന്ന് ഞാൻ ചെന്നപ്പോൾ ഈ എഴുത്തിനിരുത്ത, വിദ്യാരംഭം, സരസ്വതി പൂജ ഇതെല്ലാം നടത്താൻ അസാധാരണമായ സപ്പോർട്ട് നൽകിയിരുന്നു. ഇത് ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു ചടങ്ങാണ് എന്ന രീതിയിൽ അവരിൽ ഒരാൾ മാറി നിന്നില്ലെന്ന് മാത്രമല്ല, വളരെ ഡീപ്പായിട്ട് മുസ്ലിം യുവാക്കളും ക്രിസ്ത്യൻ യുവാക്കളും ഭരണ സാരഥികളും എല്ലാം ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ പത്രമാധ്യമങ്ങൾ ഇതിന് നേരെ മുഖം തിരിക്കുക ചെയ്തത്. അന്ന് ഞാനവിടെ പോയപ്പോൾ ചന്ദ്രിക എന്ന പത്രം ഞാൻ എഴുത്തിനിരുത്തിയതിനും കൂടി ചേർത്ത് തനി വർഗീയത കേരള സമാജത്തിൽ നടക്കുന്നു എന്ന വലിയ വാർത്തയാണ് കൊടുത്തത്. ആ എഴുത്തിനിരുത്തലിനെതിരെ അസാധാരണമായിട്ട് മുസ്ലിം പത്രമായ ചന്ദ്രിക അത് അവരുടെ വാർത്തകൾ എഴുതുകയും ചെയ്തു. അതെല്ലാം മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്രാവശ്യം ഞാൻ പോയത് എയർപോർട്ടിൽ നിന്ന് നേരെ ഇന്ത്യൻ സ്കൂളിലേക്ക് ക്ലാസ് എടുക്കാനായിരുന്നു. എന്നെ അറിയിച്ചിരുന്നത് ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന് ക്ലാസ് എടുക്കുകയോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് 50-55 പേരെ ക്ലാസ് കേൾക്കാനുണ്ടാവുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ സ്കൂളിൻ്റെ ചെയർമാൻ ഒരു കേരള ക്രിസ്ത്യനാണ്. അദ്ദേഹം എത്ര സന്തോഷത്തോടു കൂടിയാണ് എന്നെ സ്വീകരിച്ചതെന്ന് മാത്രമല്ല, അദ്ദേഹം പറയേണ്ട ഈ വർഷം മുതൽക്ക് ഇന്ത്യൻ സ്കൂളുകളിൽ വിജയദശമിയോടും മഹാനവമിയോടും അനുബന്ധിച്ച് ഹോളിഡേ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. ഗവൺമെൻറ് അത് അപ്രൂവ് ചെയ്തു. ഒരിക്കൽ ഹോളിഡേ ഡിക്ലെയർ ചെയ്തത് കൊണ്ട് ഇനി അത് പിൻവലിക്കാൻ സാധിക്കില്ല അങ്ങയുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട്. അതൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഹോളിഡേ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്യുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം പറയേണ്ടായി. ആ മനുഷ്യൻ്റെ മനസ്സിൽ ഈ വിജയദശമിക്ക് ഹോളിഡേ കൊടുത്തതിൻ്റെ സന്തോഷം, നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ അദ്ദേഹം അനുകൂലിച്ച് സംസാരിച്ച് അത് നടപ്പിലാക്കാൻ ചെയ്ത ആ സംതൃപ്തി അസാധാരണമായിട്ട് ആ മുഖത്തുണ്ടായിരുന്നു, വാക്കുകളിലും ഉണ്ടായിരുന്നു. ഏതാണ്ട് 45 മിനിറ്റ് ഇന്ത്യൻ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് 50-55 പേരെന്നാണ് പറഞ്ഞിരുന്നത്. ഇടയ്ക്ക് വേറെ പറയണ്ടായി 55-57 പേരെന്നാണ്, 57 എന്നൊരു നമ്പർ വരെ പറയുകയുണ്ടായി. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഏതാണ്ട് 650 പേരുണ്ടായിരുന്നു. പിൻ ഡ്രോപ്പ് സൈലൻസ്. തട്ടമിട്ട അനവധി മുസ്ലിം സ്ത്രീകൾ. അവരെല്ലാം ആ ക്ലാസ്സിലിരുന്നത് മോഹൻലാലിൻ്റെ വിയറ്റ്നാം കോളനി എന്ന സിനിമ കാണാനിരിക്കുന്ന ആകാംക്ഷയോടുകൂടിയാണ്. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, പാഷൻ. അത്ര ഇന്തൂസിയാസവും പാഷനോടും കൂടി ആ ക്ലാസ് കേൾക്കാനിരുന്നത്. ഞാൻ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് 45 മിനിറ്റ് അത് മൂല്യങ്ങളായിട്ടാണ് കൊടുത്തത്. എന്തൊരു സന്തോഷത്തോടുകൂടി അവർ സ്വീകരിച്ചത്. ഒരു വലിയ മാറ്റം. അവിടെ നിന്ന് പിന്നെ 2 എന്നെ ബഹ്റിനിലേക്ക് കൊണ്ടുപോയത് കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷനാണ്. NSSൻ്റെ കീഴിൽ വരുന്ന ഒരു ബഹ്റിൻ കൾച്ചറൽ അസോസിയേഷൻ. അതിൻ്റെ ഭാരവാഹികൾ എത്ര ലാളിത്യത്തോടു കൂടിയാണ് പെരുമാറിയത്. പണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രോഗ്രാമുകൾ, മലയാളികളുടെ പ്രോഗ്രാമുകൾ വിദേശ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു 500 രൂപയുടെ ബാഡ്ജാണ് വയ്ക്കുക. എന്നിട്ട് മിക്കവാറും നല്ല ഷൈനിങ്ങോടുകൂടി സ്റ്റേജിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചിരുന്നു. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് വളരെ ശാന്തരായിട്ട് ആരാ പ്രസിഡന്റ്, ആരാ സെക്രട്ടറി, ആരാ ട്രഷറർ എന്നൊന്നും അറിയില്ല. എല്ലാവരും സൈലൻ്റാണ്. മഴവില്ല് എന്നൊരു പരിപാടിയിൽ നമ്മുടെ വിജയദശമി അതിഗംഭീരമായിട്ട് കൊണ്ടാടുകയാണ്. അവർ
അവരെ എഴുത്തിനിരുത്തൽ പരിപാടി കൂടാതെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ 2 ദിവസത്തെ പ്രഭാഷണം വെച്ചിരുന്നു. ഇതിൽ ഒന്നാമത്തെ ദിവസത്തെ പ്രഭാഷണം നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച്, അതായത് സയൻസ് ഓഫ് ലിവിങ് എന്ന വിഷയമായിരുന്നു. രണ്ടാമത്തെ ദിവസത്തെ പ്രഭാഷണം ജ്യോതിഷായിരുന്നു. 2 ദിവസവും ആ ഹാളിൽ ജാം പാക്ക്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഒരാൾ അനങ്ങിയിട്ടില്ല. ആരും ആരെയും ബോധിപ്പിക്കാൻ വന്നിരുന്നവരല്ല, കേട്ടു പഠിക്കാൻ വന്നവരാ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സന്ദേശവും കേട്ട് പഠിച്ചവരാ കുടുംബസമേതം ഈ പരിപാടി കാണാനും കേൾക്കാനും കൃത്യസമയത്ത് എത്തിയിരുന്നത്. 7 മണിക്കാണ് പരിപാടി എന്ന് പറഞ്ഞിരുന്നു. 7 മണിക്കെന്ന് പറഞ്ഞാലും 7:30 നമ്മൾ ഇന്ത്യക്കാരല്ലേ എന്നൊരു സൂചന ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ 7:30 എത്തിയത്. നിർഭാഗ്യവശാൽ 7:30 എന്ന് പറയുമ്പോൾ 7 മണിക്ക് തന്നെ അവരെല്ലാവരും സന്നിഹിതരായിരുന്നു ഒന്നാം ദിവസം. അപ്പോൾ 7 മണിക്ക് കൃത്യസമയം പാലിക്കാൻ മലയാളികൾക്ക് സാധിക്കുമെന്നുള്ളതിന് ഇതിനേക്കാളും വലിയൊരു തെളിവൊന്നും വേണ്ട. ശാന്തരായിരുന്നു. ഇത്രയും വലിയൊരു ഹാളിൽ 1200ഓളം പേര് ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു, വർക്കിംഗ് ഡേ ആയിട്ടും. അപ്പോൾ അവർക്കത് കേൾക്കണം എന്നുള്ള ആഗ്രഹം എന്തൊരു മാറ്റാണ്. പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവരല്ല, വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി വന്നവരല്ല, പഠിക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടുകൂടി വന്നതാണ്. എന്നിട്ട് 2 ദിവസത്തെ പരിപാടി എനിക്ക് ഏറ്റവും അത്ഭുതം, അവിശ്വസനീയമായിട്ട് തോന്നിയത്, ഞാൻ പണ്ട് എൻ്റെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, കേരളീയരായ ഹിന്ദുക്കൾക്ക് എന്നും കത്തിവെക്കുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങളാണ് എന്ന്. ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ മുസ്ലിം പത്രമായ മാധ്യമം എന്നെ ഇൻ്റർവ്യൂ നടത്തി. എൻ്റെ 2 ദിവസത്തെ പ്രഭാഷണം, എൻ്റെ പരിപാടികൾ, അവിടെ ഓരോന്നിലും ഞാൻ പങ്കെടുത്തത് എത്ര ഭംഗിയായിട്ട് ഒരു പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന പ്രാമുഖ്യത്തോടു കൂടിയാണ് കൊടുത്തത് എന്ന് എൻ്റെ സഹപ്രവർത്തകർ പറയുകയുണ്ടായി. മാധ്യമം പത്രത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് അവരുടെ വീക്ഷണം ഒരു മുസ്ലിം രാജ്യത്തിൽ ഏറ്റവും അധികം പ്രാവർത്തികമാക്കാവുന്ന അന്തരീക്ഷമുണ്ടായിട്ടും അവര് അക്ഷരാർത്ഥത്തിൽ ഇതിന് പ്രൊജക്ഷൻ നൽകി. എത്ര ഫോട്ടോ സഹിതമായിരുന്നു, പറഞ്ഞ വാക്കുകളിൽ ഒന്നുപോലും തെറ്റിക്കാതെ, എന്നെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാതെ അതിഗംഭീരമായിട്ട് മാധ്യമം കൊടുത്തു. മറ്റ് പത്രങ്ങൾ, മനോരമയും നല്ലോണം കൊടുത്തു. എല്ലാ ദിവസവും എൻ്റെ വരവിനെ കുറിച്ചുള്ള വാർത്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനും അവർക്ക് എതിരുണ്ടായിരുന്നില്ല. ജയ്ഹിന്ദ് TV 45 മിനിറ്റ് ഇൻ്റർവ്യൂ നടത്തി. മീഡിയ 1 അരമണിക്കൂർ ഇൻ്റർവ്യൂ നടത്തി. അവിടുത്തെ FM റേഡിയോ 3/4 മണിക്കൂറോളം ഇൻ്റർവ്യൂ നടത്തി. കാര്യങ്ങളെല്ലാം അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തു, മറ്റുള്ളവർ ടെലികാസ്റ്റ് ചെയ്തു. പൊതുജനം അതിഗംഭീരമായിട്ട് ഇൻവോൾവ്ഡ് ആയിരുന്നു. എൻ്റെ പ്രഭാഷണ സദസ്സുകളിൽ കുറേ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, കുറച്ച് മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യാനികളിൽ ധാരാളം പേര് ഒന്ന് കണ്ടിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പോകാമെന്ന് പറഞ്ഞ് വന്നവരാണെന്ന് പറയുകയുണ്ടായി. യൂട്യൂബിലൂടെ ധാരാളം പ്രഭാഷണം കേട്ടവരും ഇതിനു മുമ്പ് 4-5 പ്രാവശ്യം ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ കണ്ടവരുമാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. പക്ഷെ അവരാരും തന്നെ പ്രഭാഷണം തുടങ്ങിയതിന് ശേഷം പോയില്ല, അവിടെ ഉണ്ടായിരുന്നു. വളരെ വലിയ കലാകാരന്മാർ പ്രഭാഷണം കേൾക്കാനുണ്ടായിരുന്നു. നല്ല ബുദ്ധിജീവികളും ചിന്തകരും ഉണ്ടായിരുന്നു. നേരിട്ട് വന്ന് ഒരു ഡസൻ കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. ഇപ്പം നമ്മൾ സാറിൻ്റെ ഈ പ്രഭാഷണമൊക്കെ കേട്ട നമ്മുടെ പൈതൃകത്തോട് ആദരവ് തോന്നിയവരാണ്, അതൊന്ന് കേൾക്കാൻ, നേരിട്ട് കേൾക്കാൻ വന്നവരാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ സാധാരണ രീതിയിൽ ഒരാളുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാറില്ല. അതിന് ഒരു കാരണമേ ഉള്ളൂ, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യരുത്.
ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എന്നെ ജഗദീശ്വരൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ, നീ ഒരു ഉപകരണം മാത്രമാണ്. ഭാരതത്തിൻ്റെ നന്മകള് സയന്റിസ്റ്റ് എന്ന പദവിയിൽ 25 വർഷം ഇരുന്നത് കൊണ്ട് അത് ലോകത്തോട് പറയുമ്പോൾ സ്വീകരിക്കാൻ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് നിന്നെ ഞാൻ ആ ജോലി ഏൽപ്പിക്കുന്നു എന്ന രീതിയിൽ ഭാരതം എന്ന രാഷ്ട്രവും നമ്മുടെ ഋഷിവര്യന്മാരും ജഗദീശ്വരനും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പേരിനും പ്രസിദ്ധിക്കും പദവിക്കും സമ്പത്തിനും വേണ്ടി അല്ലാതെ ഞാൻ ലോകത്തോട് പറയുമ്പോൾ എൻ്റെ ഫോട്ടോയും എൻ്റെ കൂടെയുള്ള ഫോട്ടോയ്ക്കും ഒരു പ്രാധാന്യവും നൽകാൻ പാടില്ല എന്ന ഉറച്ച രീതിയിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കാറില്ല. നിർഭാഗ്യവശാൽ ഒത്തിരി പേര് വന്ന് നിർബന്ധിച്ചപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള പലരും പറഞ്ഞു, സാർ അവരുടെ കൂട്ടത്തിൽ ഒരു സെക്കൻഡ് നിന്നില്ലെങ്കിൽ സാറിന് ഭയങ്കര അഹങ്കാരമാണെന്ന് പലരും വിചാരിക്കും, അതുകൊണ്ട് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എനിക്ക് തോന്നുന്നത് ആ 2 ദിവസം ഒരു 40,000 ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കരച്ചിലാ വന്നത് ഈ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ. പക്ഷേ പുറത്ത് ഞാൻ ചിരിച്ചു, വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് സന്തോഷമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഭാരതം എന്ന രാഷ്ട്രത്തെയും നമ്മുടെ പൈതൃകത്തെയും മാത്രമേ മനസ്സിൽ വെക്കാവൂ, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഇതിൽ ഒരു റോളും ഇല്ല എന്ന് പ്രത്യേകം സ്മരിക്കണമെന്ന് അവരോട് പറയുകയുണ്ടായി. എന്നാൽ ഇത്രയും പേർക്ക് ഈ ഒരു തരത്തിലുള്ള ചേഞ്ച് കാണാൻ സാധിച്ചതിൽ എനിക്ക് അസാധാരണമായിട്ടുള്ള സംതൃപ്തി തോന്നി. എന്നോട് ഈ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷനിലെ ആൾക്കാർ പറയുകയുണ്ടായി, ബഹറിനിൽ ഇത് ഇവിടെ നടക്കുന്നത് പോലെ 9 സ്ഥലത്ത് നടക്കുന്നുണ്ട്. പ്രഗത്ഭരായ കേരളത്തിലെ ചിന്തകരും ഉയർന്ന ഉദ്യോഗസ്ഥരും കേരള മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ പണ്ഡിതരുൾപ്പെടെ ബഹറിനിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയേണ്ടായി. അവരെല്ലാം എഴുത്തിനിരുത്തുന്നുണ്ട്. കേരള സമാജത്തിൽ ഉൾപ്പെടെ നല്ല റെസ്പോൺസായിരുന്നു എന്ന് പറയേണ്ടായി. ഞാൻ ഇത് പറയാൻ കാരണം 2-3 കൊല്ലം മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ എഴുത്തിനിരുത്തിയപ്പോൾ അവഹേളിക്കുകയും വർഗീയതയാണെന്ന് പറയുകയും ചെയ്തിരുന്ന ആ കാലം മാറി 7-8 സ്ഥലത്ത് ഒരു ചെറിയ രാജ്യം, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അത്ര പോലും ഇല്ലാത്ത രാജ്യത്തിൽ ഇത്രയും പേരെഴുത്തിനിരുത്താൻ വരിക, അത് പല വിഭാഗത്തിൽപ്പെട്ടവരതിൽ പങ്കെടുക്കുക, ഭക്തി ശ്രദ്ധയോടുകൂടി അത് നടത്തുക, അത് സംഘടിപ്പിക്കാൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുമ്പോട്ട് വരിക, ഭാരതം ഒന്നാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണം പോലെ എനിക്ക് തോന്നി. അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമൃത ടിവിയുടെയും മാധ്യമത്തിൻ്റെയും അത് കൈരളി ചാനലിൻ്റെയും എല്ലാം പ്രതിനിധികൾ മുസ്ലിങ്ങളാണ്. കൈരളി ചാനൽ നല്ല പബ്ലിസിറ്റി കൊടുത്തു, കൈരളി ചാനൽ ദേശാഭിമാനിയും കൊടുത്തു നല്ല പബ്ലിസിറ്റി. ഈ 3 ചാനൽ, ഞാൻ ചാനലിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്, പത്രത്തെക്കുറിച്ചും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ചാനലിൻ്റെയും പ്രതിനിധികൾ മുസ്ലിങ്ങളാണ്. ഒരു ചാനൽ ആരുടെയാണെങ്കിലും, അമൃതയുടെ ആണെങ്കിലും മാധ്യമം മീഡിയം 1ൻ്റെ ആണെങ്കിലും കൈരളിയുടെ ആണെങ്കിലും, ഈ അവിടെ വരുന്ന വ്യക്തികളെ, എന്നെപ്പോലെയുള്ള വ്യക്തികളെ, ഞാൻ പങ്കെടുക്കുന്ന പരിപാടികളെ ഈ ലോകവുമായിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ചാനലുകളല്ല, ചാനലുകൾ നമ്മുടെ അടുത്തേക്ക് അയക്കുന്ന ആൾക്കാരാണ്. അവരാണ് ബ്രിഡ്ജാവുന്നത്. അവർ വിചാരിച്ചാൽ ഇതെല്ലാം കൊടുക്കാതിരിക്കാൻ സാധിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ അവർക്ക് പറയാം, ഗോപാലകൃഷ്ണൻ സക്കീർ നായിക്കിനെയും MM അക്ബറെയും ക്രിസ്ത്യാനികളെയും അച്ഛന്മാരെയും കർദിനാൾമാരെയും എല്ലാം പച്ചയ്ക്ക് വിമർശിക്കുന്ന തനി വർഗീയവാദിയാണ്, അയാൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാധാന്യത്തോടു കൂടിയ വാർത്തയും കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ അവസരമുള്ള മുസ്ലിം റിപ്പോർട്ടേഴ്സാണ് വന്നത്. അവർ വന്ന് ആ പെരുമാറിയ കാഴ്ച എനിക്ക് വിവരണാതീതമാണെന്ന് തോന്നുന്നത്. വേറെ 2 ചാനലിലെ ഹിന്ദു റിപ്പോർട്ടേഴ്സ് നേരെ മറിച്ചാ പെരുമാറിയതും. അത് അവിടുത്തെ നമ്മുടെ ആൾക്കാർ പറയുകയുണ്ടായി. ഞാൻ ആ ചാനലിൻ്റെ പേര് പറയുന്നില്ല.
അപ്പോൾ ഒരു വലിയ മാറ്റം, അടിമുടിയുള്ള മാറ്റം വ്യക്തികളിൽ, സംഘടനകളിൽ, സമൂഹത്തിൽ, മൊത്തത്തിൽ ഭാരതീയരിൽ കാണാൻ എനിക്ക് സാധിച്ച അനുഭവത്തിൻ്റെ പരമ്പരയായിരുന്നു യഥാർത്ഥത്തിൽ ബഹ്റിൻ യാത്ര. ഞാൻ എത്രയോ പ്രാവശ്യം ദുബായിലേക്ക് പോയിട്ടുണ്ട്. വളരെ ഭയത്തോടു കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഹിന്ദുക്കൾ ഓരോ പരിപാടിയും സംഘടിപ്പിക്കുന്നത് ഭയത്തോടു കൂടിയാണ്. അവർ പറയാറുണ്ട്, ഇവിടുത്തെ മുസ്ലിം ഭരണകൂടം ഹിന്ദുക്കളെ ഒന്നും ചെയ്യില്ല. ഇവിടുത്തെ മുസ്ലിം ഭരണകൂടത്തിലെ പ്രമുഖരായ വ്യക്തികൾക്ക് ഹിന്ദുക്കളോട് അസാധാരണമായ സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ അവിടെയുള്ള മൗലവിമാര്, അവിടെയുള്ള മുസ്ലിം മതപണ്ഡിതന്മാരാണ് വിഗ്രഹാരാധകരായ ഹിന്ദുക്കളെ എതിർക്കുകയും നശിപ്പിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഹിന്ദുക്കൾ വീണ്ടും പറയാറുണ്ട്, ഇവിടുത്തെ മത മേധാവികളും ഭരണാധികാരികളും ഒന്നും ഹിന്ദുക്കളെ ചെയ്യില്ല, അവരെ കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. എൻ്റെ അനിയൻ വരെ പറയുകയുണ്ടായി, ചില ടാക്സിയിൽ നമ്മൾ യാത്ര ചെയ്താൽ നമ്മൾ 10 ദിർഹം 25 ദിർഹം കൊടുത്ത് ചിലപ്പോൾ ബാക്കി തരില്ല. ബാക്കി ചോദിച്ചാൽ അവൻ പറയും, നീ അള്ളാഹുവിനെ അപമാനിച്ചു, ഖുറാനെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. ബാക്കി ചോദിച്ചാൽ ഉപയോഗിക്കുന്നത് ഖുറാനെ അവഹേളിച്ചു എന്ന് പറഞ്ഞുള്ള ഭീഷണിയാണ്. അത് എണ്ണി പറയാം, മലപ്പുറത്തെ മുസ്ലിങ്ങളാണ് ചെയ്യാറുള്ളത്. ആ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് എല്ലാ സ്ഥലത്തും സ്ക്രൂ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു. ശരിക്ക് കമ്മ്യൂണിസ്റ്റുകാരാണ് മുസ്ലിങ്ങളിലൂടെ ഇത് ചെയ്യിക്കുന്നത്. ക്രിസ്ത്യാനികൾ ഏതായാലും ഈ പാപത്തിൽ അവർക്ക് പങ്കില്ല. ഹിന്ദുക്കളെ അവഹേളിക്കുന്നതിൽ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും കേരളീയരായ മുസ്ലിങ്ങളും കൈകോർത്ത് പിടിച്ച് എതിർക്കുന്ന കാഴ്ച പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും ഇല്ല എന്ന് എനിക്ക് 2, 3, 4 ദിവസം കൊണ്ട് വിലയിരുത്താൻ പറ്റില്ലല്ലോ. അവിടെയുള്ളവർ പറയുകയുണ്ടായി. എന്നാലും പറയുകയുണ്ടായി, ചില സ്ഥലത്ത് ചിലരുണ്ട് അവരിപ്പോഴും തുടരുന്നു. ആ വരി പറഞ്ഞ ഉടനെ അവർ പറയാറുള്ളത് ഇതാണ്, എനിക്ക് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന മഹാപാപത്തിൻ്റെ, മുസ്ലിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന മഹാപാപത്തിൻ്റെ പരിണത ഫലം ഭയാനകമാണ്. ആര്യൻ ഇൻവേഷൻ തിയറിയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാം ഇംഗ്ലീഷുകാർ ഇവിടെ കൊണ്ടുവന്നിറക്കി. അതെല്ലാത്തിനും ഉദ്ദേശം ഹൈന്ദവ ജനതയെ വിഘടിപ്പിച്ച് ജാതി സമ്പ്രദായത്തെ പ്രൊജക്റ്റ് ചെയ്ത് ഹിന്ദുവിൻ്റെ മനസ്സിൽ അപകർഷതയുണ്ടാക്കി അവനെ സ്വയം നശിക്കാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതേ ജോലിയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരിപ്പോൾ കേരളത്തിന് പുറത്ത് പല സ്ഥലത്തും ചെയ്തുകൊണ്ടിരുന്നത്, വളരെ ഭയാനകമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കുറയുന്നു എന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. സത്യത്തിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതെല്ലാം അതിൻ്റെ ചുവട്ടിൽ കണ്ടാൽ അറിയാം, ചെഗുവേരയുടെ പടമൊക്കെ എത്രയാളെ അറിയോ. എന്നിട്ട് അവരെന്നെ അഭിനന്ദിക്കാറുണ്ട്. ധാരാളം വ്യക്തികൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇപ്പോൾ ഞങ്ങൾ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയെന്ന്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തുടരുക, അതിനെന്താ കുഴപ്പം? നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ? കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ചൈനക്കാർ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാറുണ്ടോ? റഷ്യയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ, ഹോളണ്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ, ചെക്കോസ്ലോവാക്യയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ, അവരാരെങ്കിലും ഇന്ത്യൻ നേതാക്കന്മാരെ വെക്കാറുണ്ടോ? നമ്മളല്ലേ സ്റ്റാലിനെയും ലെനിനെയും ഏംഗൽസിനെയും മാർക്സിനെയും പണ്ട് മാവോ സേതുങ്ങിനെയൊക്കെ വെച്ചിരുന്നത്? നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാരെ അവരാരും വെക്കാറില്ല. അവരുടെ നാട്ടിൽ അവരുടെ നാടിന് വേണ്ടി പ്രവർത്തിച്ച അവരുടെ ചിത്രം നമ്മുടെ നാട്ടിന് വേണ്ടി വെക്കുന്ന എന്തിനാ? അവരുടെ നാട്ടുകാരെ നേതാക്കന്മാരെ ആരെ ഓർക്കുന്നില്ലെന്ന് മാത്രമല്ല,
ആ ചിത്രങ്ങളെല്ലാം അവർ എന്നെ കത്തിച്ച് കളഞ്ഞു. ബിംബങ്ങളെല്ലാം ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞു. എന്നിട്ടും വിദേശ രാജ്യത്ത് നിന്ന് ആവേശം പകരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് എനിക്ക് പറയാനുള്ളത്, കാലം മാറുന്നത് നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഈ ഭാരതത്തിൽ ഒരു സംസ്ഥാനത്തിലും ഭരണമില്ലാതെ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് എന്നും പറഞ്ഞ് അവിടുത്തെ മീറ്റിംഗ് ഇവിടുത്തെ മീറ്റിംഗ്, ഈ മീറ്റിങ്ങുകൾ കൂടുന്നത് മുഴുവൻ അച്യുതാനന്ദനെതിരെ ആക്ഷൻ എടുക്കാൻ എന്ന ഒറ്റ ലക്ഷ്യത്തിൽ. ഇത്ര മീറ്റിംഗ് കൂടണോ? പുറത്താക്കണമെങ്കിൽ അങ്ങ് പുറത്താക്കിയാൽ പോരെ, അകത്താക്കണമെങ്കിൽ അങ്ങ് അകത്താക്കിയാൽ പോരെ. ഇത്രയും വലിയ മീറ്റിംഗ്. ഞാൻ വിഷയം മാറ്റിയതല്ല. എന്നിട്ട് എന്ത് നേടി? എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് ആവുന്നുണ്ടോ? ഒരു പാർട്ടി ഇല്ലാതെയായി, ഒന്നും ഇല്ലാതെയായി. പക്ഷെ അതിനകത്തുള്ള പലരുടെയും നടപ്പ് കണ്ടു കഴിഞ്ഞാൽ അവരാണ് ചക്രവർത്തിമാരെന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അവരുടെ നടപ്പാണ് പല മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരിലും മാറ്റം വരുന്ന കാഴ്ച കാണാൻ സാധിച്ചു. അവരിന്ന് ഹിന്ദുക്കളെ ഒറ്റിക്കൊടുക്കാറില്ല എന്ന് പല സ്ഥലത്തുനിന്ന് പറഞ്ഞു. അടിമുടി മാറ്റമുണ്ട് സൗദി അറേബ്യയിൽ പോലും എന്ന് പറയുന്ന കേട്ടു. എന്നാലും ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന് ഇലയിൽ ഊണ് കഴിച്ചതിന്, ഊണ് കഴിച്ചു പോയ മാർക്സിസ്റ്റുകാരനാണ് ഒറ്റിക്കൊടുത്ത് അത് റിലീജിയസ് സെറിമണിയാക്കി മാറ്റി. അവിടുത്തെ പോലീസ് വന്ന് ആ ഭക്ഷണം കഴിക്കുന്നവരെല്ലാം തല്ലുകയും ഇല വലിച്ചു കീറുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതായത് ഇലയിൽ ഊണ് കഴിക്കുന്നത് പോലും മതമായിട്ട്, ഹിന്ദു മതമായിട്ട് കണക്കാക്കി ആ ഭക്ഷണം കഴിക്കാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും പന്തിയിലിരുന്നവരെ അടിക്കുകയും ചോറ് വലിച്ചു കീറിക്കളയുകയും സൗദി അറേബ്യയിലെ പോലീസ് ചെയ്തു എന്ന് പറയുകയുണ്ടായി. അതാരാ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ആദ്യത്തെ പന്തിയിൽ ഇരുന്ന് ഊണ് കഴിച്ച് പോയ ഹിന്ദുക്കളായ ഇടതുപക്ഷക്കാരാണെന്നാണ് പറഞ്ഞത്. സത്യമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ പറഞ്ഞത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇത് പറഞ്ഞതും ആരെങ്കിലും കരിവാരി തേക്കാനൊന്നും അല്ല. ഇങ്ങനെ നടന്നു എന്ന് ഇവിടെയുള്ള നേതാക്കന്മാർ അറിയണ്ടേ. അണികളെ മാറ്റാനും അണികളെ തിരുത്താനും അവർക്ക് സാധിക്കുമെങ്കിൽ അതവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. സത്യം പറയുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സൗദി അറേബ്യയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും അവിടുത്തെ ഹിന്ദുക്കൾ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഭയപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കാരും, രണ്ടാമത്തെ കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ അവിടെ ഉള്ളതുമാണ്. അപ്പം നമ്മുടെ നാട്ടുകാരെ ഒറ്റിക്കൊടുക്കാൻ നമ്മളുടെ നാട്ടിലുള്ളവർ തന്നെ മുമ്പോട്ട് വന്ന് സ്വന്തം സഹോദരന്മാരെ ഒറ്റിക്കൊടുക്കുന്ന ഒരു കാഴ്ച പണ്ട് വളരെ 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 കൂടുതൽ ഉണ്ടായിരുന്നതായിട്ട് എല്ലായിടത്തും കേൾക്കാറുണ്ട്. ഞാൻ കുവൈറ്റിലൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ കൃഷ്ണദാസ മേനോൻ പറയാറുണ്ട്, ഗോപാലകൃഷ്ണനെ അറിയുന്ന മുസ്ലിങ്ങളുണ്ട്, സാരയില്ല, ഗോപാലകൃഷ്ണനെ അറിയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, അതാണ് ഡേഞ്ചറസ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, കോട്ടയത്തെ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ബഹ്റൈനിലെ എൻ്റെ അനുഭവം വളരെ വളരെ പോസിറ്റീവായിരുന്നു. ഇന്ത്യൻ സ്കൂളിലെ അനുഭവം, കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ്റെ അനുഭവം, പത്രമാധ്യമങ്ങളിലൂടെ ലഭിച്ച അനുഭവം, TV ചാനലുകളിലൂടെയും FM റേഡിയോയിലൂടെയും ലഭിച്ച അനുഭവം, ധാരാളം വ്യക്തികൾ പങ്കെടുത്ത് അനുഗ്രഹിക്കപ്പെടാൻ യോഗ്യതയുള്ളവരായി തീർത്ത അനുഭവം, ഇതെല്ലാം ഞാൻ പറയുന്നതോടൊപ്പം ഒരു പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചാൽ ഞാൻ എൻ്റെ ധർമ്മത്തോട് നീതി പുലർത്താത്ത അവസ്ഥ വരും. അതുകൊണ്ട് നെഗറ്റീവ് ഉള്ളത് കേട്ടതും നെഗറ്റീവ് സംഭവിച്ചത് കണ്ടതും തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞ് പോസിറ്റീവ് സംഭവിച്ചതിനെ അഭിനന്ദിച്ച് ആഹ്ലാദിച്ച് ഇനി വിദേശയാത്രയ്ക്ക് പ്രഭാഷണത്തിന് പോവണ്ട എന്നാ വിചാരിച്ചിരുന്നത്. അത് പോവാൻ തന്നെ കാരണം ചിലരെന്നോട് പറയാറുണ്ട്, ഇപ്പം സാറിനെ ആരും വിദേശത്ത് നിന്ന് വിളിക്കാറില്ല അല്ലേ? വിളിക്കാത്തതല്ല, എനിക്ക് ശാരീരികമായിട്ട് വയ്യ, ഒത്തിരി വേദനയുണ്ട്, നിന്ന് പ്രഭാഷണം നടത്താൻ വയ്യ, അതുകൊണ്ടാണ് പോവാത്തതെന്ന് പറഞ്ഞാലും പലരും വിശ്വസിക്കില്ല. അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പോയതല്ല, 2-3 ദിവസമല്ലേ ഉള്ളൂ, വളരെ അടക്കും ചിട്ടയോടും കൂടിയ പ്രഭാഷണ പരിപാടികളാണ് എന്നറിയിച്ചത് കൊണ്ടും വളരെ ചുരുങ്ങിയ കാലയളവായതുകൊണ്ടും മാത്രമാണ് പോയത്.
സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഈ വിവരണം നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഹിഡൻ അജണ്ട ഒന്നുമില്ല. ജസ്റ്റ് അനുഭവിച്ചത് മാറ്റത്തിൻ്റെ കാഹളമായിട്ട് കാണാനും കേൾക്കാനും സാധിച്ചു എന്ന് അറിയിക്കൽ മാത്രമാണ് എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായി ഈ വിവരണം എന്നെ പ്രൊജക്റ്റ് ചെയ്തതായിട്ട് എടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, പ്രണാമം, പ്രണാമം.